സംസ്ഥാനത്തെ ലക്ഷക്കണക്കിന് വരുന്ന ഉദ്യോഗാർത്ഥികൾക്ക് സന്തോഷകരമായ വാർത്തയാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നത്. PSC പരീക്ഷകൾക്ക് നിയമനത്തിനുള്ള അപേക്ഷിക്കാനുള്ള പ്രായപരിധി 40 വയസ്സാക്കി ഉയർത്തിയിരിക്കുന്നു സംസ്ഥാന സർക്കാർ. നിലവിൽ 36 വയസ്സായിരുന്നു പ്രായപരിധി. SC/ST വിഭാഗത്തിലുള്ളവർക്ക് 45 വയസ്സ് വരെ അപേക്ഷിക്കാൻ കഴിയും. ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗമാണ് PSC നിയമനങ്ങൾക്കുള്ള പ്രായപരിധി കൂട്ടാൻ തീരുമാനിച്ചത്. OBC വിഭാഗങ്ങൾക്കും തത്തുല്യമായ വർധനയുണ്ടാകും. OBCക്ക് 39 വയസ്സാണ് പ്രായപരിധി. SC/ST വിഭാഗത്തിന് 41 അപേക്ഷിക്കാനുള്ള ഇപ്പോഴത്തെ പ്രായപരിധി. ഏറെക്കാലമായി ഉദ്യോഗാർത്ഥികൾ ആവേശത്തോടെ കാത്തിരിക്കുന്ന ഒരു വാർത്തയാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. PSC നിയമനങ്ങൾക്ക് അപേക്ഷിക്കാനുള്ള പ്രായപരിധി 40 വയസ്സാക്കി ഉയർത്തിയിരിക്കുന്നു. നിലവിൽ അത് 36 വയസ്സായിരുന്നു. ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗം നിർണായകമായി തീരുമാനമെടുത്തു. OBC സംവരണ വിഭാഗങ്ങൾക്ക് 43 വയസ്സ് വരെ PSC നിയമനങ്ങൾക്ക് അപേക്ഷിക്കാം. SC/ST വിഭാഗങ്ങൾക്ക് 45 വയസ്സ് വരെ PSC നിയമനങ്ങൾക്ക് അപേക്ഷിക്കാം. പങ്കാളിത്ത പെൻഷൻ നിലവിൽ വരുമ്പോൾ 56 വയസ്സായിരുന്നു സംസ്ഥാനത്തെ സർക്കാർ ജീവനക്കാർക്ക് വിരമിക്കാനുള്ള പ്രായം എന്നുള്ള കാര്യം ഓർമ്മിക്കുക. PSCയിലൂടെ നിയമനങ്ങൾക്കായി അപേക്ഷിക്കാനുള്ള ഉയർന്ന പ്രായപരിധി 36 വയസ്സായിരുന്നു. പങ്കാളിത്ത പെൻഷൻ പദ്ധതി പ്രകാരം 2013 ഏപ്രിൽ 1 ശേഷം നിയമിതരാകുന്ന ജീവനക്കാരുടെ വിരമിക്കൽ പ്രായം 60 വയസ്സായിട്ട് വർദ്ധിപ്പിച്ചിരുന്നു. എന്നാൽ PSC വഴി നിയമനങ്ങൾക്കായി അപേക്ഷ നൽകാനുള്ള ഉയർന്ന പ്രായപരിധി 36 വയസ്സായിട്ട് തുടരുകയായിരുന്നു. ആ 36 വയസ്സാണ് ഇപ്പോൾ 40 ആക്കി വർദ്ധിപ്പിച്ചിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇപ്പോൾ 37 വയസ്സായവർ, 38 വയസ്സായവർ, 39 വയസ്സായവർ, 40 വരെയുള്ളവർ ഇനി ജീവിതത്തിൽ ഒരിക്കലും PSC പരീക്ഷ എഴുതാൻ കഴിയില്ലല്ലോ എന്ന് നിരാശപ്പെട്ടിരിക്കുന്നവർക്ക് ആഹ്ലാദകരമാണ് ഈ വാർത്ത. 40 എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഓർക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ: തെലങ്കാന സംസ്ഥാനത്തിൽ 46 ആ പ്രായപരിധി, ഗോവയിൽ 45 ആ പ്രായപരിധി, ആന്ധ്രാപ്രദേശിൽ 42, ഒഡീഷയിൽ 42, ഹരിയാനയിലും 42, ഉത്തരാഖണ്ഡിൽ 42, ഛത്തീസ്ഗഡിൽ 40, മധ്യപ്രദേശിൽ 40, ഉത്തർപ്രദേശിൽ 40. ഇതാണ് ഇതര സംസ്ഥാനങ്ങളിലെ പ്രായപരിധിയെക്കുറിച്ച് ഓർക്കുമ്പോൾ വിചാരപ്പെടേണ്ടത്. എന്തായാലും ഈ വാർത്ത ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിട്ട് ആഹ്ലാദകരമായിട്ടുള്ള ഒന്നാണ് എന്നതിൽ സംശയമില്ല.